അല്ലെങ്കിൽ ഒരു എഡ്ജ് UDFന് ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് കഴിഞ്ഞ മാസം വരെ രേഖപ്പെടുത്താമായിരുന്നു. പക്ഷേ നിലവിൽ ഈ സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ തർക്കങ്ങൾ, വിമതശല്യം, വിമത സ്വരം ശക്തമാകുന്നു. UDFനുള്ളിൽ, കോൺഗ്രസിനുള്ളിലും ഒക്കെ തന്നെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടവരുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എഡ്ജ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം നിലനിർത്താൻ കോൺഗ്രസിനും UDFനും സാധിക്കുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഈ എഡ്ജിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് ശരിക്കുള്ളതാണോ അതോ നമുക്ക് തോന്നിയതാണോ എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 21 പരാജയത്തിന് ശേഷം ക്രമാനുഗതമായിട്ട് തൃക്കാക്കര അങ്ങനെ പിടിച്ച് തൃക്കാക്കര, പുതുപ്പള്ളി, പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഓരോ വിഷയത്തിൽ പിടിച്ച് കയറി ഇപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ, അത് കഴിഞ്ഞ് സതീശൻ്റെ പുതുയുഗ യാത്ര വരെ വളരെ വേഗത്തിലല്ലെങ്കിലും സാമാന്യമായ രീതിയിൽ UDFൻ്റെ മുന്നേറ്റം വരും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുന്നേറ്റം വരും. അതാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടത്. അത് തന്നെയാണ് ഇനി നമ്മുടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടത്. അതിൽ സംശയമൊന്നുമില്ല. അതിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ LDF സർക്കാരിനെതിരായിട്ടുള്ള വലിയ ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് ആളുകളുടെ ഇടയിലുണ്ട്. അതുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് കയറി വരാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ലീഡർഷിപ്പിൽ വലിയ ആലോചന ഉണ്ടായിരുന്നില്ല. ശരിക്കും അങ്ങനെയല്ലോ സാധാരണ കോൺഗ്രസിൻ്റെ തറവാട്ട് പാരമ്പര്യം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വരികയും വേല വയ്ക്കുകയും കോല് വയ്ക്കുകയും കുതികാല് വിട്ടുമൊക്കെ ചെയ്യേണ്ടതാണ്. അത് താരതമ്യേന കുറവായിരുന്നു. അപ്പം അങ്ങനെ ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം പുറമേക്ക് കൊടുത്തു. പിന്നെ ഈ സമീപകാലത്ത് ഈ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടായി. അതൊക്കെ കുറച്ച് ക്ഷീണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നത് ശരിയോ തെറ്റോ എന്ന വിഷയവും സ്വാഭാവികമായിട്ട് ഉയർന്നു. അതും രാഷ്ട്രീയമായിട്ട് കുറച്ചൊക്കെ ദോഷം ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും കോൺഗ്രസ്സിന് UDFന് ഭയപ്പെടേണ്ടതായ ഒന്നും തന്നെ ഇല്ല എന്നൊരു തോന്നലുണ്ടായി. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ചില നേതാക്കന്മാർ കോൺഗ്രസ്സിലേക്ക്, ചിലർ BJPയിലേക്കൊക്കെ പോകുന്ന പോലത്തെ സാഹചര്യമുണ്ടായി. അപ്പോൾ എല്ലാം കൊണ്ടും UDFന് വളരെ ഗുണകരമായ സുഖകരമായ ഒരു കാലാവസ്ഥയായിട്ടാണ് നമുക്ക് തോന്നിയത്. അതും അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഈ പുതിയ യാത്രയൊക്കെ നടന്നത്. പക്ഷേ അതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി നിർണയം അത് വലിയ പ്രശ്നമായി. ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസം സാധാരണ ഉണ്ടാവാറുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഉണ്ടായാലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AICC പ്രസിഡന്റ് ഒപ്പിട്ട സ്ഥാനാർത്ഥി പട്ടിക വെട്ടിത്തിരുത്തി വേറെ 3 പേരെ കൊണ്ടുവന്ന സംഭവം ഇറക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ ചേരിതിരിവ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുള്ളതുകൊണ്ട് അത് നേരെ ജനങ്ങളിലേക്ക് എത്തും. പണ്ടാണെങ്കിൽ മാതൃഭൂമിയിലോ മനോരമയിലോ കേരള കൗമുദിയിലോ വായിച്ചിട്ടുള്ള ആളുകൾ മനസ്സിലാക്കാറുണ്ട്. ഇപ്പം അങ്ങനെയല്ല. താല്പര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഇത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളതിനെക്കുറിച്ച് വെൽ ഇൻഫോംഡ് ആണ്. ആളുകൾക്ക് അറിയാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 2 ദിവസത്തിനിടയ്ക്ക് പട്ടിക വന്നു. കുറച്ച് പേർക്ക് സീറ്റ് കിട്ടിയില്ല. ചില വന്യവയോധികരായ ആളുകൾ എന്നതേക്കുമായിട്ട് ഒഴിവാക്കപ്പെട്ടു. ചില ചെറുപ്പക്കാർക്ക് അവരർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യം കിട്ടി, പക്ഷെ പലർക്ക് കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. 140 സീറ്റിലേ ആയുള്ളൂ. അതിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്നത് അതിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിലോ പാർട്ടി കോൺഗ്രസ് അല്ല. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള അട്ടിമറി എന്ന് പറയുന്നത് ജയസാധ്യത ഉള്ള ആളുകളെ ആണല്ലോ ഓരോ സീറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അതെ, ചെയ്തിട്ടുള്ളത് മറിച്ചാണ്. ഈ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചല്ല, അല്ലെങ്കിൽ K. സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവർ നിയമസഭയ്ക്ക് മത്സരിക്കാൻ സീറ്റ് വേണം എന്ന് പറഞ്ഞ് കലാപം കുടിയുയർത്തിയതുമല്ല. അതൊക്കെ ഒരു ദിവസം കൊണ്ട് തീർന്നല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അപകടം എനിക്ക് തോന്നുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ വീതം വച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ന് ചോദിച്ചാൽ ജയിക്കാവുന്ന സീറ്റിലേക്ക് തോൽക്കാവുന്ന സ്ഥാനാർത്ഥി വരികയാണ്, അല്ലെങ്കിൽ തീരെ ജയസാധ്യത ഇല്ലാത്ത ആളുകൾ വരികയാണ്. അത് സ്വാഭാവികമായിട്ടും മുന്നണിയെ പൊതുവിലും കോൺഗ്രസ് പാർട്ടിയെ പ്രത്യേകിച്ചും ബാധിക്കും. ലീഗിൻ്റെ സാമ്രാജ്യത്തിൽ വലിയ വിള്ളലൊന്നും സംഭവിക്കില്ല. 1-2 സീറ്റ് കിട്ടുകയോ കൂടുതൽ കിട്ടുകയോ പോവുകയോ ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമല്ല. മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ഇപ്പോൾ UDFൽ യാതൊരു പ്രസക്തിയുമില്ല. ജോസഫ് ഗ്രൂപ്പ് മുതൽക്ക് ജോസഫ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ജേക്കബ് ഗ്രൂപ്പ്, CMP, JSS, അതൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ലാത്രേ ഉള്ളൂ. പക്ഷേ ലീഗ് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണല്ലോ, കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു എന്ന ഒരു ഫീല് വന്നാൽ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന് വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോകും. ഉറപ്പല്ലേ? പക്ഷെ പ്രശ്നം അതുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള വലിയ അപാകതയാണ്.